റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവസ്നേഹം എന്നുള്ളതിന് തുല്യമായ പദപ്രയോഗം ഗ്രീക്കിൽ നാം കാണുന്നത് അഗാപ്പെ എന്നാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ ഒരാകാംക്ഷ തോന്നിയിട്ട് ഗൂഗിൾ ജെമിനി എന്നുള്ള ആപ്ലിക്കേഷനിൽ വെദർ അഗാപ്പെ ലവ് എക്സിസ്റ്റ് നൗവേഡേയ്സ് എന്ന ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയുണ്ടായി. ഗൂഗിൾ ജെമിനി വിശദമായിട്ടതിന് ഉത്തരം നൽകുകയും ചെയ്തു. അതിൻ്റെ സാരാംശം ഇങ്ങനെയാണ്: അഗാപ്പെ ലവ് അഥവാ ദൈവസ്നേഹമെന്ന് പറയുന്നത് സ്വാർത്ഥതയില്ലാത്തതും ദൈവത്തിൻ്റെ നിർണയപ്രകാരവുമുള്ള സ്നേഹമായിരിക്കെ, സോഷ്യൽ മീഡിയ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിലെ സ്നേഹമെന്ന് പറയുന്നത് സെൽഫ് ലവ് അഥവാ സ്വയസ്നേഹവും ഇറോസ് അഥവാ റൊമാൻറ്റിക് ലവും ആണ് എന്നുള്ളതാണ് ജെമിനി നൽകിയ ഉത്തരം. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം മനസ്സ് ട്രാൻസാക്ഷണൽ മൈൻഡ് സെറ്റായിട്ട് മാറിയിരിക്കുന്നുവെന്ന് പറയുകയുണ്ടായി. ട്രാൻസാക്ഷണൽ മൈൻഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ലളിതമായി നമുക്കിങ്ങനെ പറയാം: എനിക്കെത്ര വ്യൂസ് കിട്ടും, എനിക്കെത്ര ലൈക്ക് കിട്ടും, എനിക്കെത്ര ഫോളോവേഴ്സിനെ കിട്ടും, എനിക്കെത്ര റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും എന്ന് ചോദിക്കുന്ന ഒരു മനോഭാവത്തിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു മനോഭാവത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ പകർന്നു തരുവാൻ പരിശുദ്ധാത്മാവിന് എത്രമാത്രം കഴിയും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ദൈവത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് നാം മാറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്കിന്ന് ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. അപ്രകാരം ദൈവസ്നേഹം കൈക്കൊള്ളുവാൻ പ്രാപ്തിയുള്ള ഒരു മനസ്സായി നമ്മുടെ മനസ്സിനൊരു രൂപാന്തരം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മെ ധാരാളമായിട്ടും അനുഗ്രഹിക്കുമാറാകട്ടെ.